നമസ്കാരം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടൽ മാറും മുൻപേ ഇപ്പോഴിതാ മറ്റൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ മലാവിയിൽ വൈസ് പ്രസിഡന്റ് ബോലോക്സ് ചിലിമ സഞ്ചരിച്ച സൈനിക വിമാനം കാണാതായി എന്നാണ് പുറത്തുവരുന്ന വിവരം. വിമാനത്തിൽ വൈസ് പ്രസിഡന്റിനെ കൂടാതെ 9 ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. തലസ്ഥാനമായ ലോങ്വേയിൽ നിന്ന് പറന്നുയർന്ന വിമാനം വൈകാതെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. വിമാനത്തിനായി വ്യാപക തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം രാവിലെ 9:17 വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. 10:30 മലാവിയുടെ വടക്കൻ മേഖലയിലുള്ള മസൂസുവിലെ വിമാനത്താവളത്തിലായിരുന്നു വിമാനം ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ലോങ്വേയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെന്നാണ് വിവരം. റഡാറിൽ നിന്ന് വിമാനം കാണാതായത് മുതൽ വിമാനവുമായി ബന്ധപ്പെടാനുള്ള വ്യോമയാന അധികൃതരുടെ എല്ലാ ശ്രമങ്ങളും ഇതുവരെ പരാജയപ്പെട്ടതായി മലാവി പ്രസിഡന്റ് അറിയിച്ചു. വ്യോമയാന ഉദ്യോഗസ്ഥർക്ക് വിമാനവുമായി ബന്ധപ്പെടാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് തിരച്ചിൽ നടത്താൻ പ്രസിഡന്റ് ഉത്തരവിടുകയായിരുന്നു. രക്ഷാദൗത്യത്തിൽ അമേരിക്ക, ബ്രിട്ടൻ, നോർവേ, ഇസ്രായേൽ സർക്കാരുകളോട് മലാവി സഹായം അഭ്യർത്ഥിച്ചു. അടുത്ത വർഷത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് 51-കാരനായ ചിലിമയാണ്. വിമാനം കാണാതായതിന് പിന്നിൽ ദുരൂഹത ഉണ്ടോ എന്നും സംശയമുയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. സോലോസ് ചിലിമയുടെ ഭാര്യ മേരിയും സോലോസ് ചിലിമയുടെ രാഷ്ട്രീയ പാർട്ടിയായ യുണൈറ്റഡ് ട്രാൻസ്ഫോർമേഷൻ മൂവ്മെന്റിലെ നേതാക്കളും അടക്കമുള്ളവരാണ് കാണാതായ വിമാനത്തിലുള്ളത്. മുൻ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന റാൽഫ് കസാംബാരയുടെ സംസ്കാര ചടങ്ങുകൾക്കായി പുറപ്പെട്ടതായിരുന്നു സംഘം. 3 ദിവസം മുൻപാണ് റാൽഫ് മരിച്ചത്. 2014 മുതൽ മലാവിയുടെ വൈസ് പ്രസിഡന്റാണ് സോലോസ് ചിലിമ. ബഹുരാഷ്ട്ര കമ്പനികളായ കൊക്കക്കോളയിലും യൂണിവെറിലും സുപ്രധാന പദവികൾ വഹിച്ച ശേഷമാണ് സോലോസ് ചിലിമ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. 2 മക്കളാണ് സോലോസ് ചിലിമയ്ക്കുള്ളത്. അതേസമയം കഴിഞ്ഞ മാസമാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. അണക്കെട്ട് ഉദ്ഘാടനത്തിനായി അയൽ രാജ്യമായ അസർബൈജാനിലേക്ക് നടത്തിയ സന്ദർശനത്തിനിടെയാണ് അപകടമുണ്ടായത്. 3 ഹെലികോപ്റ്ററുകളിൽ പോയ ഉന്നത സംഘം തിരിച്ചു വരുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ തകർന്നത്. യാത്രാ സംഘത്തിന്റെ 3 ഹെലികോപ്റ്ററുകളിൽ 2 എണ്ണവും സുരക്ഷിതമായി ഇറാനിൽ മടങ്ങിയെത്തിയെങ്കിലും പ്രസിഡന്റ് റൈസിയും വിദേശകാര്യ മന്ത്രിയും കയറിയ ഹെലികോപ്റ്റർ മാത്രം മൂടൽമഞ്ഞിൽ കാണാതാവുകയായിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.